ജഡ്ജസ് യെസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് ഈ കടി? കുറച്ച് ബിസിയാ. എന്താ അല്ല കഴിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് ഈ അടിച്ചു കയറ്റുന്നത്? ഇവിടെ ഞങ്ങൾക്ക് കൊടുത്താ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറ് ഞങ്ങൾക്കും കൂടെ താന്ന് പറഞ്ഞു. ഓൾറെഡി ബിസ്ക്കറ്റ് മൊത്തം അതല്ലേ ഒരു കുക്കി പോലും തരാതെ ഈ പൂക്കി കംപ്ലീറ്റ് കഴിച്ചു കൊടുത്തു. ആണല്ലേ? ഓക്കെ കുക്കി. ശരി, ഇതെന്താണ് ഐറ്റം പാറു? എന്താ അത്? ഒരു മിനിറ്റാ. എന്തുവാണ് കണ്ടിട്ട് തന്നെ വിശക്കുന്നു. ഇടി ഞങ്ങളെ എങ്ങനെ ഇരുത്തി കഴിച്ചാലും ഡെഫിനറ്റ് ആയിട്ട് ആ മറ്റേ റൂമിനകത്ത് കയറി ഇരിക്കേണ്ടി വരും കുറെ നേരം. 1, 2, 3 ദിവസം. ടെസ്റ്റ് ആണോ? ആവാ ഒന്ന് തൊട്ട്. കൊണ്ടുപോകാം. ചോക്ലേറ്റ്. ഓ ചോക്ലേറ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയല്ലേ? ഉം. ചെറുതെടുക്കാട്ടെ, ചത്തുപോകും. സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ. എടാ കൊള്ളാം. ശരിയാടാ, അത് തന്നെ. ഇങ്ങനെ നല്ലതാണോ? ഞാൻ ഉണ്ടാക്കിയതാന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഉണ്ടാക്കിയതല്ല. പിന്നെ ഇത് ഇവിടെ ഒരാൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ കണ്ടസ്റ്റൻസിൽ ആരെല്ലാണോ? എനിക്ക് ഗസ്. ഓർക്കസ്ട്ര ഓർ കണ്ടസ്റ്റൻസ് ഓർ ഡയറക്ടർ പ്രൊഡ്യൂസർ സംവൺ? ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചി ഇഷ്ടപ്പെട്ടാ? അടിപൊളി, അടിപൊളിയായിട്ടുണ്ടോ? നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഹരിസാറിന് ഇഷ്ടായി? ഷുഗർ കൂടിയാൽ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് അല്ലേ? ആരാന്ന് പറഞ്ഞ ഗസ് ഒന്നുമില്ല. ഒരു വിഷമില്ല, വാങ്ങാൻ പറ്റുന്നു. കണ്ടസ്റ്റന്റ് ആണോ? കണ്ടസ്റ്റന്റ് ഒന്നുമല്ല, ഇവിടുത്തെ പിള്ളേരൊന്നും ഉണ്ടാക്കൊന്നുമില്ല. നല്ല അഭിപ്രായം. ഉണ്ടായിരുന്നു നമ്മുടെ ദേവൂട്ടിയാ, ആ. അവള് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞതേ ഉള്ളൂ. ഫ്രം ഓർക്കസ്ട്ര. നല്ല പാച്ചുചാനൊക്കെ ഇത് കിട്ടാൻ നോക്കിയിരിക്ക. അപ്പൊ അതല്ല ഇവിടുത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ക്രൂ ആണോ? അല്ല, ഇത് ഏതോ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്നോ? ഇനി കാര്യം പറഞ്ഞു. കാര്യം പറ. ശരത് സാറല്ല, മഞ്ജരി ചേച്ചി. ശരിക്കും ആ, അടിപൊളി. എന്തൊരു വൃത്തികേട്. ഒരു കൈയടി കൊടുത്ത് കാലക്കി. ഇത് മഞ്ജരി നമ്മള് സത്യം പറ, ഇത് ഉണ്ടാക്കിയാണോ? അല്ലെങ്കിൽ എന്റെ അച്ഛനാണ് സത്യം, അവനാണ് സത്യം. ഒരു സ്നിക്കർ മേടിച്ച് കട്ട് ചെയ്ത് ഈ ഷേപ്പ് ആക്കി. ഞാൻ പക്ഷെ അതൊക്കെ അസാധ്യം. ടെൻഷൻ ആയിരുന്നു. എന്താ അസാധ്യം. നന്നായിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സോൾട്ട് ഉണ്ട്. കുറച്ച് മധുരമുണ്ട്. വെരി നൈസ്. അതെ ചേച്ചി സൂപ്പർ. സൂപ്പർ. വെറുതെ പറയല്ല, താങ്ക് യു, സൂപ്പർ. താങ്ക് യു. കാരണം ചേച്ചി മുന്നേ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടക്കം മധുരത്തിൽ നിന്നായതാണ് ചേച്ചി അല്ലേ? വാക്ക് പാലിച്ചത്. മഞ്ജരി, ഇത് എങ്ങനെയാണ് ഇതിന്റെ? അതെ, അതൊന്ന് പറ. ചുരുക്കി പറ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്. ഞാനും ഈ പറഞ്ഞ മാതിരി ഓരോന്ന് കണ്ട് നോക്കി പഠിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇവിടെ കുട്ടികളൊക്കെ അല്ലേ, അപ്പൊ ഹരിയില്ലാത്ത എപ്പിസോഡില് ശരത് സാർ എന്നെ കളിയാക്കി, ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പൊ ഞാൻ വെച്ചു, പക്ഷെ അത് വിഷമായി കൊണ്ടും എനിക്ക് എന്നിലുള്ള ആ കലാകാരിയെ പാചകക്കാരിയെ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയുവരെ. അപ്പൊ നോക്കിയപ്പോ മുട്ടായി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്, എല്ലാവർക്കും ഈ മായം ഒന്നും ചേർക്കാത്ത സാധനങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് വിചാരിച്ചപ്പോഴാണ് ഇത് ആക്ച്വലി നട്ട്സ് ആണ് മുഴുവനും. ഇതില് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർക്കാം. ഞാൻ ഇതില് ചേർത്തിരിക്കുന്നത് ആൽമണ്ട്, കാഷ്യൂ, മഖാന, നമ്മുടെ ലോട്ടസിന്റെ സീഡ്, അത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അരച്ച് പൊടിച്ച് അതിൽ ഡേറ്റ്സ് ആഡ് ചെയ്ത്. ഇതിന് ഷുഗർ എന്ന് പറയുന്നത് ഇതിൽ വേറെ പഞ്ചസാര ഇല്ല. ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്. ഇതില് പഞ്ചസാര ഇല്ല. ഇപ്പൊ ഇതില് ഡേറ്റ്സ് ഇട്ടു, എല്ലാം കൂടി നല്ല ഇതായിട്ട് മിക്സിയിലിട്ട് അരഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് മോൾഡ് ഉണ്ട്, ആ ഷേപ്സ് ഇല്ലേ, ക്യൂബ്, അതിനകത്ത് ഒഴിക്കാനല്ല, ഇത് പൊടിയായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഉരുട്ടി പൊടിച്ച് വെച്ച് അത് പ്രസ് ചെയ്ത് ആ ഷേപ്പിലാക്കി വെച്ച് കുറച്ചൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ അത് കട്ടിയായിരിക്കും. അത് കഴിഞ്ഞ് പുറത്തെടുത്ത് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സാധനം പൊതുവെ ആൾക്കാർ ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്യും, പക്ഷെ അതിനെ കൊണ്ട് പിന്നെയും കാര്യമില്ല, അത് ഓൾറെഡി വല്ല പ്രിസർവേറ്റീവ്സും കാണും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതില് ശർക്കര, നമ്മുടെ ശർക്കരയും കോക്കോ പൗഡറും കുറച്ച് ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അതില് ഇത് മുക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, അതാണ് ചോക്ലേറ്റ്. സൂപ്പർ. അതായത് മധുരം, ഞാനൊരു പ്രാന്തനാണ്, പക്ഷെ ഷുഗർ ഇങ്ങനത്തെ കാര്യത്തില് ഞാൻ എത്ര കൺട്രോൾ ഇട്ടാലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ഇതൊക്കെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് മതി.
ഇന്ന് തന്നെ ഓർഡർ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഹെൽത്തി കൂടിയാണ്. ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്കും കൂടി ഇത് വളരെ ഹെൽത്തി. അതിനകത്ത് ഷുഗർ ഇല്ല, മറ്റേ വൈറ്റ് ഷുഗർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ചേട്ടാ ഞാൻ ഡയബറ്റിക് അല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി തന്നെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതൊരു ഷോർട്സ് ആയിട്ട് ഇറക്കുന്നതായിരിക്കും. വേണ്ടവരത് സേവ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഓക്കെ.